അന്യം നിന്നു പോകുന്ന ഗോത്രകലകൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ് കേരളീയത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഗോത്രകലകളുടെ പ്രദർശനം. പഴയകാല ജീവിത രീതികൾ തനിമയോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രദർശനത്തിന്റെ മാറ്റുകൂട്ടുന്നു. അത്ഭുതത്തോടെ ഓരോ കാഴ്ചകളും ആസ്വദിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. ഈ കാണുന്ന മനുഷ്യർ ആരെന്ന് പോലും ഇവക്കറിയില്ല. പുതുതലമുറയുടെ ഓരോ അമ്പരപ്പും ഇവളിലൂടെ കാണാം. ഇടുക്കി ജില്ലയിലെ ആദ്യകാല ആദിവാസി വിഭാഗമാണ് ഊരാളികൾ. എല്ലാ ആദിവാസി വിഭാഗങ്ങളെയും പോലെ പ്രകൃതി ശക്തിയിൽ വിശ്വസിക്കുന്നവർ, എല്ലാ ആഘോഷ പരിപാടികളും കെങ്കേമമായി ആഘോഷിക്കുന്നവർ. അത്തരത്തിൽ ഊരാളിക്കൂത്ത് അവർക്കിടയിൽ ഇഷ്ടകലയാണ്. വിളവെടുപ്പ് സമയത്ത് സംഘം ചേർന്ന് പാടുന്ന പളിയ സമുദായക്കാരുടെ പാട്ടാണിത്. കാടിനെ ആരാധിച്ചും ബഹുമാനിച്ചും ജീവിക്കുന്നവരുടെ പാട്ട്. കുലദേവതയായ പളച്ചിയമ്മയുടെ മക്കളാണ് തങ്ങൾ എന്നാണ് അവരുടെ വിശ്വാസം. പളച്ചിയമ്മയുടെ ഐശ്വര്യത്തിനു വേണ്ടി പളിയ നൃത്തവും ഇവർക്കിടയിൽ ആഘോഷമാണ്. തലേസമാണ് പിന്നെ മംഗലകളി കളിക്കാറില്ല. നമ്മൾ പിറ്റേന്ന് കളിക്കും. പിന്നെ വേറെ പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ തനത് മംഗല കലാപരിപാടിയാണ്. കാസർഗോഡ് ജില്ലയിലെ രാവണേശ്വരമാണ് ഇവരുടെ നാട്. മാവില എന്ന ഈ ഗോത്ര സമുദായത്തിന്റെ തനത് കലാരൂപവുമാണ് മംഗലംകളി. ഒപ്പം തുലാപത്തിനുള്ള എഴുത്തുകളിയും ഇവരുടെ ഇഷ്ട വിനോദങ്ങളിൽ ഒന്നാണ്. ക്ഷേത്രങ്ങളിൽ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കാണിക്കാരുടെ വാദ്യോപകരണമാണിത്. ഇതിനെ കൊക്കരെ എന്ന് പറയും. കൂടെ പാടുന്ന പാട്ടിനെ ചാറ്റുപാട്ടെന്നും പറയുന്നു. തമിഴും മലയാളവും കലർന്ന ഭാഷയിലായിരിക്കും ഇത് പാടുക. ഇത് പാടുന്നതോ അവരുടെ മൂപ്പനും. കേരളത്തിലെ രാജഭരണ രീതി ഇന്നും പിന്തുടരുന്ന വിഭാഗമാണ് മന്നാന്മാർ. തമിഴ്, മലയാളം, കന്നഡ എന്നീ ഭാഷകളുടെ മിശ്രണമായ ഇനവൻ പേച്ചു ഇവരുടെ പ്രത്യേക ഭാഷയാണ്. ഇടുക്കി ജില്ലയിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഇവർ കൂടുതലായും ജീവിക്കുന്നതും. ഇവയ്ക്കെല്ലാം പുറമെ ഇവിടെ കാവുണ്ട്, ഊരമ്പലങ്ങളുണ്ട്, ഏറുമാടങ്ങളുണ്ട്. ഒപ്പം കേരളീയത്തിന്റെ ഭാഗമായുള്ള ഈ പരിപാടി കാണാൻ നിരവധി ആളുകളുമുണ്ട്. അന്യം നിന്നുപോകുന്ന ഗോത്രവർഗ സംസ്കാരം, കേരളത്തിന്റെ മഹത്തായ ഗോത്ര പാരമ്പര്യത്തെ ഇതിലൂടെ സമൂഹം അറിഞ്ഞിരിക്കട്ടെ. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം അർച്ചന രവീന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.